ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്ത് ഫിറ്റ്നസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുക. കൂടാതെ അതിൻ്റെ കൂടെ ഫിലോസഫി, മറ്റ് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചർച്ചകളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ കൂടെ നിന്നുള്ളത് ഡോക്ടർ നജീബാണ്. വെൽക്കം ഡോക്ടർ നജീബ്. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വേറെ ഒരാൾ കരുതിയിട്ടുള്ളത് ഷിഹാദാണ്. ഓക്കെ, നജീബ് ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എന്താണ് നജീബ് ഡോക്ടറുടെ ഒരു? ഞാൻ ഡോക്ടർ നജീബ്. ഞാനൊരു 26 വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിലാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, മെഡുസോൺ ഹെൽത്ത് വൈറ്റാലിറ്റി. അപ്പോൾ ഇത് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പുതിയ കാലത്ത് രോഗം വല്ലാതെ നമ്മുടെ ഒരു ഭാഗത്ത് രോഗം വളർന്നുകൊണ്ടേയിരിക്കുന്നു, മരണം നിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു, ചെറുപ്പക്കാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് ടെക്നോളജിയും വൈദ്യശാസ്ത്രവും വേറൊരു ഭാഗത്ത് വളരെ വലിയ രീതിയിൽ വികസിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇപ്പം ടെക്നോളജിയുടെ അപര്യാപ്തതയല്ല, ആരോഗ്യത്തെക്കുറിച്ചുള്ള സാക്ഷരത, എന്താണ് രോഗം, എന്താണ് ആരോഗ്യം എന്നുള്ളതിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇത്തരം വേദികളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് സന്തോഷമുണ്ട് അങ്ങനെ ഉള്ളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ വെൽനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ലോകത്ത് മുൻനിരയിലുള്ള പ്രധാനപ്പെട്ട 6 യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്കൂൾസ്, അത് ക്ലീവ്ലാൻഡ്, ഹാർവാർഡ്, മയോ ക്ലിനിക് പോലുള്ള മുൻനിരയിലുള്ള സ്ഥാപനങ്ങളിലുള്ള അന്വേഷണങ്ങളും അറിവുകളും അതിൻ്റെ നമ്മുടെ റിസർച്ചുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഇത് ഒരു പുതിയ സിസ്റ്റമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമായിട്ട്. അപ്പൊ അത് ആ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ. ആ അറിവിലൂടെ ഉണ്ടാകുന്ന മെച്ചങ്ങളും വലിയ പ്രതീക്ഷകളാണ് ഈ ഫങ്ഷണൽ മെഡിസിനിലൂടെ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഒരു വെൽനെസ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു പാർട്ടാണ് ഫിറ്റ്നസ്. നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാദ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്. ഫിറ്റ്നസ് ട്രെയിനർ ലൈക്ക് കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫിറ്റ്നസ് സയൻസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് എടുത്തത്. അവിടെ എത്തുന്നത് വരെയുള്ള കോൺസെപ്റ്റുകളൊക്കെ മാറ്റി അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവിടെ എത്തുന്നത് വരെ ഒരു ബോഡി ബിൽഡിംഗ് ആയിരുന്നു ഫിറ്റ്നസിന്റെ വിശാലമായ ലോകം. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഫിറ്റ്നസ് സെന്ററിലെ ഒരു പാർട്ട് മാത്രമാണ് വേണമെങ്കിൽ ബോഡി ബിൽഡിംഗ്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകൾക്ക്, മെജോറിറ്റി ഓഫ് പീപ്പിൾ സാധാരണക്കാരാണ്, അവർക്ക് വേണ്ട വെൽനെസ്, അവർക്ക് വേണ്ട ഫിറ്റ്നസ്, അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്. കഴിഞ്ഞൊരു 7 ഇയറായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ജിമ്മുകളിലൊക്കെ ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ജിമ്മുകളിലാണ്. കാരണം റെസിസ്റ്റന്റ് ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജിമ്മുകളിലൊക്കെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി ബിൽഡിങ്ങിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എല്ലാവർക്കും ബോഡി ബിൽഡർ ആവണ്ട. കൂടുതൽ ആളുകൾക്കും അവർക്ക് ഡെയിലി ആക്ടിവിറ്റികൾ കുറച്ചുകൂടി നന്നായി ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക, ആളുകളെ അവരുടെ എയിമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. നിത്യജീവിതത്തിൽ അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഫിറ്റ്നസും മൂവ്മെന്റും അല്ലേ. അതുപോലെ തന്നെ ഞാനും ഷിഹാദും ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഫിറ്റ്നസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ കോച്ചിങ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആൻഡ് ഫിറ്റ്നസ് മൊത്തത്തിൽ ഒരു ചർച്ചയാണല്ലോ. അപ്പോൾ ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഫിറ്റ്നസ് ഫീൽഡിലാണ്, ഡോക്ടർ വെൽനെസ് അതല്ലെങ്കിൽ മോർ ലൈക്ക് ഹെൽത്ത് മെഡിക്കൽ. അതെ. അപ്പോൾ എന്താണ് ഈ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഫിറ്റ്നസിനെ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. യഥാർത്ഥത്തിൽ ഫിറ്റ്നസിനെയും ഹെൽത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ രണ്ടായി കാണണോ എന്നുള്ളതൊരു ചോദ്യം ഒരു ഭാഗത്ത്.
പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ടും ഒരുമിച്ച് കോംപ്ലിമെന്ററി ആണ്, രണ്ടും ഇന്റർഡിപെൻഡന്റ് ആണ്. അതെ, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഹെൽത്ത് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ സാമ്പ്രദായികമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു സാധനമുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗമില്ലാതെ ഉള്ള ഒരവസ്ഥയാണ് ഹെൽത്ത് എന്നുള്ളതാണ് നമ്മൾ പറയാറ്, അല്ലേ? പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇൽനെസ്, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർക്ക് പോകേണ്ട മരുന്ന് കഴിക്കുന്നതിന് സോ ഐ എം ഹെൽത്തി, ഞാൻ ഭയങ്കര സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ WHO അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അതിനെ തിരുത്തിയിട്ടുണ്ട്. അത് ഇറ്റ്സ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസസ് ഓർ സിംപ്റ്റംസ്, ഒരു കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ, അതാണ് പരസ്പരം അലൈൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരു വ്യക്തിയുടെ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ മൈൻഡ്, ഫിസിക്കൽ ബോഡി, ഒരു സ്റ്റേറ്റ്, ഇമോഷണൽ ബോഡി, മൈൻഡ്, ഫിസിക്കൽ ബോഡി, ഇമോഷണൽ സ്റ്റേറ്റ്, ഈ 3 സ്റ്റേറ്റിൻ്റെ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ആണ് ഹെൽത്ത്. അപ്പോൾ ഇതിൽ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള അയാൾക്ക് ഇപ്പം രോഗമൊന്നുമില്ല, മരുന്ന് കഴിക്കുന്നില്ല എന്നുകൊണ്ട് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? ഒരാൾക്ക് അയാളുടെ ഡേ ടു ഡേ ഫങ്ഷണൽ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കോണി കയറാൻ പറ്റുന്നില്ല, അയാൾക്ക് രോഗമൊന്നുമില്ല, മരുന്ന് അയാൾ പോയി ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടും രോഗമൊന്നും കാണില്ല, അയാൾ ഹെൽത്തി അല്ല. അയാൾക്ക് അയാളുടെ വീട്ടിൻ്റെ കോണിപ്പടി കയറാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ഹെൽത്തി അല്ല. സോ ഹെൽത്ത് മീൻസ് ഹി ഷുഡ് ബി ഫങ്ഷണലി ഫിറ്റ്, ആൻഡ് അയാളുടെ ബോഡി, അയാളുടെ മൈൻഡ്, അതുപോലെ അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു സാധനം. കാരണം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടു. അതിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് ക്യാൻ ഫർദർ കോസ് ഡിസീസസ്. രോഗമുണ്ടാക്കാൻ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ഫിസിക്കൽ രോഗങ്ങൾ ഉണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ സ്പിരിച്വൽ പോലുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഫിറ്റ്നസിനും ഹെൽത്തിനും കോറിലേറ്റ് ചെയ്തുകൊണ്ട് പൊതുവെ എല്ലാവരും പറയും. പക്ഷെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവില് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. അതെ, അത് എത്രത്തോളം നമ്മൾ പെർഫോം ചെയ്യണം അത്രത്തോളം നമ്മൾ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫിറ്റ്നസ് എന്നുള്ളത് ഒരു ജനറൽ ടൈം അല്ല. ഫിറ്റ് ഫോർ വാട്ട്, അതായത് ആർ യു ഫിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഫിറ്റ് ഫോർ വാട്ട് എന്നുള്ളൊരു ചോദ്യം. അതായത് എന്ത് ചെയ്യാനാണ്, അത് സ്പെസിഫിക് ആണ്, ടാസ്ക് സ്പെസിഫിക് ആണ്. പെർഫെക്റ്റ്, വളരെ കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എലമെന്റ് അതിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉറക്ക് പറ്റുന്നില്ലെങ്കിൽ അതൊരു പെർഫോമൻസ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഹീസ് നോട്ട് ഫിറ്റ്, അപ്പോൾ ഹീസ് നോട്ട് ഹെൽത്തി. ഇഫ് ഹീസ് നോട്ട് ഫിറ്റ്, ഹീസ് നോട്ട് ഹെൽത്തി. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോംപ്ലിമെന്ററി ആണ്, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഡോക്ടർ ഒരു എന്താ പറയാ രോഗത്തിന്റെ സിറ്റുവേഷനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 4 സ്റ്റേജസ്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് ഡിസീസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയും ഡിസീസ് കെയർ ആണ് നമ്മൾ ജീവിക്കുന്ന ഇൻഡസ്ട്രി തന്നെ. പക്ഷെ എന്നിട്ടും നമ്മൾക്ക് എന്താണ് രോഗം എന്ന്, ഇപ്പം ഹെൽത്ത് എന്താണെന്ന് കൃത്യമായിട്ട് തിരിയാത്തത് പോലെ തന്നെ രോഗം എന്താണ് എന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് തന്നെ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു ക്ലാരിറ്റി നമ്മൾക്ക് തരുന്നില്ല. മെഡിക്കൽ കോളേജിൽ പോലും ആരോഗ്യത്തിൻ്റെ യഥാർത്ഥ മാനങ്ങളുണ്ട്, അതിന് ഡയമെൻഷൻസ് ഉണ്ട്. അതിൻ്റെ പല ഭാഗത്തേക്കും മെഡിക്കൽ സിലബസ് പോലും എത്തുന്നില്ല. അത് വളരെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മൾ നിത്യം കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ, അല്ലെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ, ഇതെന്താണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. അത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ഓഫ് മെഡിസിനിൽ 3-ാമത്തെ 4-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ അവിടെ ഉണ്ടെങ്കിലും അതൊരു ഒഴുക്കം മട്ടിൽ കവർ ചെയ്ത് പോകുന്നു എന്നതിനപ്പുറത്ത് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത് ക്ലിനിക്കൽ ലൈഫിൽ അതില്ല. മനസ്സിലായി? അപ്പം രോഗം എന്താണെന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. രോഗത്തിന് 4 അവസ്ഥകളുണ്ട്, 4 avatars ഓഫ് ഡിസീസ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രോഗം 4 ഘട്ടത്തിൽ 4 അവസ്ഥയിൽ പ്രത്യക്ഷപ്പെടാം, അത് ഉണ്ടാവാം. അതായത് രോഗം അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കലാണ്. എക്സാക്ട്ലി, അത് ഒരു ക്രോണോളജിയും കൂടി അതിലുണ്ട്. അത് ക്രമപ്രവൃത്തമായിട്ട് കൃത്യമായ ഒരു സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് 2-ാമത്തെ സ്റ്റെപ്പിലേക്ക്, 3-ാമത്തെ സ്റ്റെപ്പിലേക്ക്, 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇത് വളരുന്ന ഒരു വിഷച്ചെടി പോലെ, അല്ലെങ്കിൽ ഒരു സർപ്പം പോലെ. ഏത് രോഗങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാ രോഗങ്ങളും. അപ്പൊ നമ്മള് എല്ലാ രോഗങ്ങളുടെയും ഈ 4 അവസ്ഥകളിൽ ഇത് പോകും. എല്ലാ രോഗങ്ങൾക്കും ഈ 4 അവസ്ഥകളുണ്ട്.
പിന്നെ ഏറിയും കുറഞ്ഞിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും മിക്കവാറും രോഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാം. ഇപ്പൊ നമ്മള് ഈ വൈറസ് ബാധ അതുപോലെ തന്നെ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇത് രണ്ടും രണ്ട് രീതിയിലാണല്ലോ. അപ്പൊ അതിനും ഈ പറഞ്ഞ സ്റ്റേജസ് അപ്ലിക്കബിൾ ആണ്. എന്താണ് അതിന്റെ ഒരു നമ്മൾ വൈറസ് ബാധ എന്നുള്ളത് അല്ല ഒരു സീസണൽ ആയിട്ടുള്ള അതൊക്കെ ഇതിൽ പെടുന്നതാണോ? അവിടെയും ഇതിന്റെ എലമെന്റ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ വൈറസ് ഒരാൾക്ക് വരണമെങ്കിൽ ഒരു ഹെൽത്തി ബോഡിയുള്ള ഒരാൾക്ക് വൈറസ് വരില്ല. അപ്പൊ ചില ഘട്ടത്തിൽ അയാൾ ഫോർസേക്ക് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇയാൾക്ക് വൈറസ് വരുന്നത്. ആ നമ്പർ സ്റ്റേജ് 1 അല്ലെങ്കിൽ അതിന്റെ വിത്ത് അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ എഗ് അല്ലെങ്കിൽ അതിന്റെ സീഡ്, നമ്മൾ സ്റ്റേജ് 1 ഒന്നാമത്തെ ഘട്ടത്തെ സീഡ് സ്റ്റേജ് എന്ന് പറയും. ആ സീഡ് സ്റ്റേജ് നമ്മൾ എടുക്കേണ്ട പണിയെടുത്തിരുന്നെങ്കിൽ ഈ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഈ ബഹളം വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഈ പറയുന്ന എല്ലാ എന്താ പറയാ തന്ത്രപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ ജാഗ്രത മതി എന്നൊക്കെ പറയുന്നത് പിന്നെ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു മുൻകൂർ ജാമ്യം പോലെ പറയുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഒന്നാം ഘട്ടത്തിൽ നമ്മളുടെ ഉള്ളിൽ നമ്മുടെയൊക്കെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ക്രോമസോംസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പല രോഗങ്ങളുടെയും വിത്ത് ജന്മന ഉണ്ടാവാം, നമ്മുടെ പാരൻസിലൂടെ കിട്ടാം, ജനറ്റിക്കലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും അവിടെ പുതിയൊരു രോഗത്തിൻ്റെ ട്രിഗർ അല്ലെങ്കിൽ ഒരു വിത്ത് അവിടെ ഉണ്ടായി വരാം. ഇതാണ് സീഡ് സ്റ്റേജ്. ആ സീഡ് സ്റ്റേജിൽ നമ്മൾക്ക് പിന്നെ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, രോഗം ഉണ്ടാവില്ല. പക്ഷെ രോഗത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ബോംബ് അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റെഡി ടു എക്സ്പ്ലോർ, റെഡി ടു കം ഔട്ട് സർഫേസ്. അങ്ങനെയുള്ള ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആ വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അദ്ദേഹം അതിനെ പാലൂട്ടി വളർത്തി, കോള കൊടുത്ത് വളർത്തി, അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെ സ്ട്രെസ്സിലൂടെ നമ്മൾ അതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ കൊടുത്ത് ഒരു വിത്തിലേക്ക് നമ്മൾ പൊട്ടാസ്യവും ഫോസ്ഫറസും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കെമിക്കൽസ് ഒക്കെ ഒഴിക്കണ പോലെ നമ്മുടെ നിത്യം ചെയ്യുന്ന ടോക്സിൻസ് ഉണ്ട്. അത് എൻവയറമെന്റൽ ടോക്സിൻസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനുള്ള എന്താണ് ഇംബാലൻസ് ആവാം, സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ പോലുള്ള വിഷയങ്ങളാവാം. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ ഈ പാമ്പിൻ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് തലനീട്ടി പുറത്തേക്ക് വരും. സീഡ് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരികയാണ്. ഇത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു ഒട്ടുമിക്ക പോപ്പുലേഷനിലും ഇപ്പോ ഈ വിഷപ്പാമ്പ് അതെ വലിയൊരു ശതമാനം ആളുകളിലും ഈ സീഡ് രണ്ട് രീതിയിലാണ്. ഒന്ന് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺജനിറ്റൽ ഡിസീസസ്, കൺജനിറ്റൽ സ്പോർ ഓഫ് ഡിസീസ്. അതെല്ലാവരും മരിക്കുന്നത് വരെ ഈ സ്പോറുമായിട്ട് ഒരാൾക്ക് പോവാം. 80 കൊല്ലം 90 കൊല്ലം അമ്മയിൽ നിന്ന് കിട്ടിയ CABR എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ വിത്ത് ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഉള്ളിൽ പേറിക്കൊണ്ട് സുഖമായിട്ട് 60, 80, 90 കൊല്ലം ജീവിച്ചിട്ട് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വല്ല ആക്സിഡന്റ് കാരണമോ അല്ലെങ്കിൽ ചക്ക തലയിൽ വീണിട്ടോ ഒക്കെ ആളുകൾ മരിച്ചു പോകും. എന്തോ മരിക്കാൻ എന്തും ആവാം. പക്ഷെ ഈ രോഗം കൊണ്ട് മരിക്കില്ല. പക്ഷെ ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഡിസീസ് അവിടെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി ഉണ്ട്, കുഡ് എഫക്റ്റീവ്ലി പ്രിവെന്റ് ഇറ്റ്. ലൈഫിന്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതൊരു സ്റ്റേജാണ്, സ്റ്റേജ് 1 സീഡ് സ്റ്റേജ്. ഈ സീഡിന് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ സീഡ് സ്റ്റേജിൽ നിന്ന് നമ്മൾ ഈ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ഈ സ്ട്രെസ് ഒരാഴ്ച ഉറക്കമില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം, അങ്ങനെ സ്ട്രെസ്സിലേക്ക് ഒന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് സ്ലീപ്പ് ഇതിലൊക്കെ കോംപ്രമൈസ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന രോഗം ഒരു ഉള്ളിൽ ഒരു ആക്റ്റീവ് ഫോമായിട്ട് വരും. അത് നൗ ഇറ്റ് ഈസ് ആക്റ്റീവ് വിത്തിൻ, ഉള്ളിൽ. അത് ഒളിപ്പോലെ അവിടെ നടത്തുകയാണ്. നമ്മളപ്പോഴും നമ്മൾ അറിയില്ല എന്താ ഉള്ളിൽ നടക്കണമെന്ന്. ഈ വിത്ത് സ്റ്റേജ് നമ്മൾ അറിയാത്തതുപോലെ നമ്മൾ അവിടെ എന്താണ് കെയർലെസ് ആയിരുന്നു, ടേക്കൻ ഫോർ ഗ്രാൻഡ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ലക്ഷണങ്ങൾ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ലക്ഷണങ്ങൾ കിട്ടിയേക്കണം. ചില സൂചനകൾ നമുക്ക് ബോഡി തരും. ബോഡി ഈസ് എ വെരി ഇന്റലിജന്റ് മെഷീൻ, എക്സ്ട്രീംലി എഫക്റ്റീവ് മെഷീൻ. തലവേദനയായിട്ട് വരാം, ഉറക്കമില്ലായ്മയായിട്ട് വരാം, അഗെയിൻ അതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ക്ഷീണം, ദാഹം, തലവേദന, നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ പല സിംറ്റംസ് കാണും. എനിത്തിങ് പിന്നെ
സെൻസേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ പറയും. ബോഡിയുടെ സെൻസേഷൻസും ഫങ്ഷൻസിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ അത് എന്നും നടക്കുന്ന കാര്യമല്ലേ, അതിലെന്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിൽ വെക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും അത് രീതിയിൽ അവർ അതിനെ അർഹിക്കുന്ന ഗൗരവം കൊടുക്കില്ല. ഞാൻ എൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന പരിഗണന കൊടുക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, എന്തുകൊണ്ട് എനിക്ക് തലവേദന വന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു വളരെ ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ലക്ഷണങ്ങൾ വരുമ്പോൾ ശരീരം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ച് അതിനെ കേൾക്കണം അല്ലേ? ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. നമ്മൾ ഒരുപാട് ഭാഷകളും ഒരുപാട് ശാസ്ത്രവും നമ്മൾ പഠിക്കും. നമുക്ക് ഏറ്റവും വേണ്ട ഒരു വലിയ സാക്ഷരതയാണ് ശരീരത്തിന്റെ സാക്ഷരത, ബയോളജിക്കൽ ലിറ്ററസി. നമുക്ക് പൊതുവെ ആളുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ഒരു ഗാഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ടോ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് പഠിച്ചെടുക്കും. അതെ, അതേപോലെ അതിൽ എത്രയോ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അത്രയും മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ. അതെ, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ആരും അത് ജസ്റ്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം വളരെ കറക്റ്റാണ്. ഇതിനിവിടെ ഒരു വലിയൊരു ചോദ്യം വരുന്നത്, ഹൂ ഈസ് ദ ബോസ് ആൻഡ് ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് യുവർ ഹെൽത്ത്? ആരാണ്? അപ്പം നമ്മൾക്ക് വിചാരിക്കണത് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി അഥവാണെങ്കിലും ഞാനിതിനെ ടെൻഷൻ അടിക്കണത്, ഞാനിതിനെ കുറിച്ച് ചിന്തിക്കണത് എനിക്കൊരു വന്നു ഡോക്ടർ ഉണ്ടല്ലോ പുള്ളിയെടുത്ത് പോയാൽ മതി. സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ അവഗണിക്കും. അപ്പം നമ്മളവിടെ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്ന ഈ മെഷീൻ അല്ലെങ്കിൽ ഈ സിസ്റ്റം, ഈ പവർഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സിസ്റ്റത്തെ നമ്മൾ അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ, ഇപ്പം നമ്മളൊരു ബെൽസ് വാങ്ങിയിട്ട് അതിൽ ഈ കൂതറ മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മുടെ ശരീരത്തോട് നിരന്തരം നമ്മൾ ചെയ്യുന്നുണ്ടാവുക അല്ലേ? നമ്മൾ കഴിക്കുമ്പോൾ എന്ത് കഴിക്കണം, എന്ത് തിന്നണം, എത്ര തിന്നണം, എങ്ങനെ തിന്നണം, മനസ്സിലായില്ലേ? അവിടെ ഈ ബോസ് അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആരാന്നുള്ളത് നമ്മളുടെ ഒരു ശരാശരി നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ രോഗം, ഡോക്ടർ, മരുന്ന്, ഈ സമവാക്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ അയാൾ ഇതേ കഥയാണ് പറയുന്നത്. എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നാണ് പറഞ്ഞു തരില്ല. മരുന്നുണ്ടല്ലോ, മരുന്നാണ് ഇതിൻ്റെ പരിഹാരം. ഇതിൻ്റെ ശൈലിയല്ല, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. പിന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്നുള്ളത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾക്ക് തരേണ്ട കാര്യങ്ങൾ തന്നിട്ടില്ല. നമ്മുടെ മെഡിക്കൽ സിസ്റ്റവും അത് ആ രീതിയിൽ കണ്ടിട്ടില്ല. ഡോക്ടർ, മരുന്ന്, രോഗം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ ഒരു വലിയ കുഴപ്പം ചെയ്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ ജീവിതശൈലിയും രോഗമായിട്ട് ഒരു ബന്ധവുമില്ല. അസുഖം വരുന്നത് ഒരു നാച്ചുറൽ സംഭവമാണ്. വരുന്നതാണ് വിധി എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്കൊരു ഉത്തരവാദിത്വം. അങ്ങനെ രോഗങ്ങൾ വരാറുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്, അതില്ല നമ്മൾ പറയുന്നില്ല. അതേ സമയത്ത് വലിയൊരു ശതമാനം ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന രോഗങ്ങൾ മൊത്തം നമ്മളുടെ അരുതായ്മകൾ കൊണ്ട്, നമ്മുടെ കുരുത്തകേടുകൾ കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങളാണ്, വരുത്തുന്ന രോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, അതിനെ മെഡിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒക്കെ ഈ ഒരു നരേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞ വലിയൊരു കഥയാണ്. നമ്മൾ അതിനായിട്ടൊരു സ്റ്റേജിലേക്ക് വരാം. അതെ, സെക്കൻഡ് സ്റ്റേജിൽ ഇത് ഉള്ളിൽ ഒളിപ്പോലും നടക്കുകയാണ്. ഒരു കുട്ടിച്ചാത്തൻ്റെ പണി നടക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മെഡിക്കൽ സയൻസിൽ ഇതിനെ നമ്മൾ പറയുന്ന ഒരു ഫിനോമിന ഉണ്ട്. അതായത് ഐസ്ബർഗ് ഫിനോമിന എന്ന് പറയും. ഐസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പ് ഓഫ് ഐസ്ബർഗ് നമ്മൾ കടലിന്റെ മുകളിൽ ചെറിയൊരു സാധനം. ബി പി ക്ലാസിക്കലി ബി പിയെ കുറിച്ച് പറയുന്നത് ഐസ്ബർഗ് ഫിനോമിന. ബി പി നമ്മളുടെ പോപ്പുലേഷനിൽ 1 മില്യൺ ആളുകൾക്ക് ബി പി ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന 1 മില്യൺ ആൾക്ക് ബി പി ഉണ്ട്. അപ്പം അതല്ലാതെ
10-80 ബില്യൺ അല്ലെങ്കിൽ 8 ബില്യൺ ആളുകൾ ആരോഗ്യവാന്മാരാണ് എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾക്ക് കിട്ടുക. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഈ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ഡോക്ടർക്ക് പോകുന്ന ആളുകളുടെ കഥയാണ് ഈ പറഞ്ഞത്. അതാണ് ഈ ഐസ്ബർഗിന്റെ ടിപ്പ്. ഇതിന്റെ അടിയിൽ യഥാർത്ഥ രോഗികളായിട്ടുള്ള BP രോഗമുള്ള എന്നാൽ ഡയഗ്നോസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെ ഗൗരവത്തിലെടുക്കാതെ പിന്നീട് രോഗം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവാം. ഇനി ഡയഗ്നോസേ ചെയ്യാത്ത വലിയൊരു ശതമാനം ആളുകൾ വെള്ളത്തിലുണ്ട്. ഈ വെള്ളത്തിന്റെ അടിയിൽ ഐസ്ബർഗ് എന്ന് പറയുന്ന അവസ്ഥ, മഞ്ഞുകട്ടയുടെ കടലിനടിയിലുള്ള കാണാത്ത വലിയൊരു 90% ഇതിന്റെ വെള്ളത്തിന്റെ അടിയിലാണ്. അതാണ് ഐസ്ബർഗ് ഫിനോമിന. അപ്പൊ എല്ലാ രോഗങ്ങളിലും മിക്കവാറും രോഗങ്ങളിൽ ഈ ഫിനോമിന ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ ആരോഗ്യവാനാണ്, അടുത്ത 90 കൊല്ലം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇനി അസുഖം വന്നാൽ തന്നെ ഡോക്ടർ ഇവിടെ ഉണ്ട്. ഇതാണ് രണ്ടാം ഘട്ടത്തിലുള്ള നമ്മുടെ വളരെ ഉദാസീനമായ വളരെ കെയർലെസ് ആയിട്ടുള്ള ഘട്ടം. ആദ്യത്തെ ഘട്ടത്തിലും നമ്മൾ വളരെ കെയർലെസ് ആയിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലും നമ്മുടെ ജീവിത ശൈലിയിലോ നമ്മൾ കൊടുക്കേണ്ട ശരീരത്തിന് കൊടുക്കേണ്ട യഥാർത്ഥത്തിലുള്ള പരിഗണനയോ കെയറോ നമ്മൾ കൊടുക്കാതെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഒരു ഓപ്പൺ മോറാണ്. യഥാർത്ഥ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ തലവേദന അമർത്തി വെക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന BP-യുടെ സിംറ്റംസ് മൂടി വെക്കാനോ നമുക്ക് പറ്റില്ല. ഡോക്ടറെ അടുത്ത് പോയേ പറ്റുള്ളൂ. നമ്മൾ ഒരു ഡോക്ടറെ മുമ്പിലേക്ക് എത്തുന്നു. ഡോക്ടർ നമ്മൾ നോക്കിയിട്ട് നമ്മൾക്ക് പിന്നെ ആദ്യത്തെ ഇതിൽ തന്നെ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതും, ഒരു ലിസ്റ്റിങ്ങിന് എഴുതും. നമ്മൾ അതോടുകൂടി വാഴ്ത്തപ്പെട്ടവനായി. യു ആർ ഗ്ലോറിഫൈഡ് പേഷ്യന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പിന്നെ അതൊരു പ്രൈഡായി കൊണ്ടുവരുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു കാലത്ത് അത് വലിയ ഇപ്പം എല്ലാം സാധാരണക്കാർക്ക് ഷുഗർ വരുന്നുണ്ട്. അതിന്റെ പത്രാസൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പത്രാസ് കിട്ടുന്ന കുറച്ചും കൂടി സ്പെഷ്യൽ രോഗങ്ങൾ വേണം ഇവിടെ. കാരണം ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് കഴിക്കണതും നാട്ടിലെ അണ്ണാച്ചി കഴിക്കണതും അതൊക്കെ ഒരേ സാധനം. മനസ്സിലായില്ല? ആ ഒരു ഇതില്ലാണ്ടായിട്ടുണ്ട്, ബാരിയർ ഇല്ലാണ്ടായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ജങ്ക് ഫുഡിന്റെ എക്കോണമിയിൽ നമ്മൾ പറയുന്ന വൃത്തിയായിട്ട് ഫുഡ്, പിന്നെ ഈ പറയുന്ന മറുവശത്തും ഉണ്ട് കേട്ടോ. ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന പാവപ്പെട്ട ആളുകളും അതേപോലെ അതേ ഫുഡ് കോടികൾ കൊടുത്തിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്ന കണക്കാശ്. മനസ്സിലായി? അത് വളരെ നാച്ചുറലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓർഗാനിക് ആയിട്ട് വളർത്തിയിട്ട് തിന്നുന്നതാണ്. അത് ഓർഗാനിക് ആണ്. ഇനി ഓർഗാനിക് ഫാമിൽ ഇതേ സാധനം ഉണ്ടാക്കിയിട്ട് കുറെ കാശ് കൊടുത്തിട്ട് കാശുകാരന് വേണമെങ്കിൽ ഓർഗാനിക് ഫുഡ് കഴിക്കാം. അതിന്റെ ഫ്ലിപ്പ് സൈഡാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് തേർഡ് സ്റ്റേജില് നമ്മൾ ഈ പറയുന്ന ഈ മാട്രിക്സിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മൾ രോഗിയായി. നമ്മൾ പിന്നെ ഇതുവരെ നമ്മളുടെ മനോഭാവം കെയർലെസ് ആയിരുന്നു, ഡോൺ വറി ആയിരുന്നു, കല്ലിവല്ലി ആയിരുന്നു. നമ്മുടെ ഖല്ലീവല്ലി നമ്മൾ അറബികളോട് പറയില്ലേ, ആ ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഇതുവരെ വന്നത്. ഇപ്പം നമ്മൾ വെപ്രാളത്തിലാണ്, ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്. എന്താ ചെയ്യുക, എന്ത് ചെയ്യണം, ഏത് ഡോക്ടറെ അടുത്ത് പോകണം, ഏറ്റവും നല്ല ഡോക്ടർ ആരാണ് ഇതിന്, ഇയാൾ പോരാ, അയാൾക്ക് ഡിഗ്രി ഇല്ല, ഇയാൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അതെ ഒരുപാട് തീർച്ചയായിട്ടും അതെ. അവിടെ ഈ ഇതുവരെയുള്ള മനോഭാവത്തിന്റെ തികച്ചും വിരുദ്ധമായ പുതിയൊരു സ്റ്റേറ്റിലേക്ക് ഇയാൾ ഒരു ഞൊടിയിൽ പോവാണ്. ഒരു ഡയഗ്നോസിസ് മതി. തകർന്ന് അവിടെ എല്ലാം കൂടി അതുവരെ എന്താണ് ഭയങ്കര ശുചായി നടന്നതാണ്, അത് തകരുകയാണ്. അപ്പൊ അവിടെ ഈ 1ഉം 2ഉം ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അടുത്തു വരുന്നില്ല. ഇതിനെ നമ്മൾക്ക് പിന്നെ ഒരു പാരഡോക്സ് ആണ് ശരിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്ത മനോഭാവം കാരണം നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്. ഇതിന് സിക്ക് വെൽ പാരഡോക്സ് നമ്മൾ വിളിക്കാം തൽക്കാലം. സിക്കായി അതായത് വെല്ലായിരിക്കുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ തികച്ചും വിരുദ്ധമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ചിന്തിക്കേണ്ടതിൻ്റെ 10 ഇരട്ടി ചിന്തകളും എന്താണ് ആകുലതകളും കെയറൊക്കെ നമ്മൾ പിന്നീട് കൊടുക്കണം. ഏറ്റവും നല്ല കെയർ, ഏറ്റവും നല്ല മരുന്ന്, ഏറ്റവും നല്ല ഡോക്ടർ. പക്ഷെ അവിടെയും ഒരു വളരെ പ്രസക്തമായ ഒരു സാധനം മിസ്സാവുന്നുണ്ട്. എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഈ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തി?
അത് 1ഉം 2ഉം എനിക്ക് മിസ്സായത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് 3ലും ഉണ്ടാവില്ല. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഈ തിരിച്ചറിവില്ല. അപ്പോൾ പുതിയൊരു നരേറ്റീവാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? നിങ്ങൾക്ക് ഈ അസുഖം വന്നത് എന്തോ ഒരു കാരണമാണ്, നിങ്ങളുടെ കുരുത്തക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള ഇംബാലൻസ് കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങൾക്കിത് വന്നു, ഇത് നിങ്ങൾക്ക് വരേണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും ഇതാണ് ശരി. സൂക്കേട് വന്നിട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, മനസ്സിലായില്ലേ? ഇത്ര വയസ്സേക്ക് ഈ സൂക്കേട് വരണം, ഇത്ര ഏജ് ആയാലും ആ സൂക്കേട് വരണം. അപ്പം പുതിയ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരിക എന്നുള്ളത് നോർമലാണ്, മനസ്സിലായില്ലേ? രോഗം വരിക എന്നുള്ളത് നോർമലാണ്, മരുന്ന് കഴിക്കൽ നോർമലാണ്, ഡോക്ടറെ കാണലും ചികിത്സിക്കലൊക്കെ നോർമലാണ്. അത് ആ രോഗം വരാതിരിക്കുന്ന എന്തോ കുഴപ്പമുണ്ടെന്ന രീതിയിലാണ് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പം സ്റ്റേജ് നമ്പർ 3, മൂന്നാമത്തെ അവസ്ഥയിൽ ഈ പറയുന്ന ഡോക്ടർ, രോഗി, മരുന്ന്. ആ മൂന്നാമത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ സ്റ്റേജ് 4ലേക്ക് പോവുക. വളരെ കൃത്യമായ ക്രോണോളജിയാണ്. നമ്പർ 1ൽ പഴിച്ചു, 2ലേക്ക് പോയി, 2ൽ പഴിച്ചു, 3ലേക്ക്, 4ലേക്ക് പോയത് 4ൽ ഇൻഡിപെൻഡൻസ് ആരായിട്ടല്ല, 3ൽ പഴിച്ചു. 3ൽ നമ്മൾ ഇത് രണ്ടും ചെയ്യാതെ 1ലേക്ക് 2ലേക്ക് തിരിച്ചു പോയി കറക്റ്റ് ചെയ്യാതെ 3ൽ ഇരുന്ന് വീണ്ടും നമ്മൾ അബദ്ധ പഞ്ചാംഗം, നമ്മൾ ആ ലൂപ്പിൽ പെട്ടിട്ട് നമ്മൾ ചികിത്സയിൽ അമിതമായ മരുന്ന് സേവ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഒരു മരുന്ന് തുടങ്ങുന്നു, അടുത്ത മരുന്ന്. ഉദാഹരണത്തിന് നമുക്കൊരു പെയിൻ വന്നു, റീനൽ സ്റ്റോൺ, നമ്മുടെ തന്നെ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. സ്റ്റോൺ വന്നപ്പോൾ ഷുഗറുള്ള പേഷ്യൻ്റാണ്. ഒരു ആസ്പത്രിയിൽ പോയി അവർ ഷുഗർ എന്താ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ്, ഏറ്റവും ശക്തമായ മരുന്ന് എന്താണ്, വേദനയുള്ള രോഗമാണ് റീനൽ സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ. ഭീകരമായ മൂത്രക്കല്ല് രോഗം, ഭയങ്കരമാണ്. അതിന് ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലൊന്നും ആ വേദന വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോമിയോപ്പതിക്കോ ആയുർവേദത്തിനോ ഏത് പതിക്കൊന്നും പറ്റില്ല, ആ സ്റ്റേജിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ ആ വേദനയെ നിയന്ത്രിക്കാൻ ആ സമയത്ത് വേണ്ടത് നമുക്ക് മോഡേൺ മെഡിസിൻ തന്നെയാണ്, പെയിൻ കില്ലേഴ്സ്. അത് 1ഉം 2ഉം 3ഉം ഒരു ആന്റിസ്പോസ്മോഡിക് ഷോട്ട് എടുക്കും, അതിന് നിൽക്കില്ല, ഒരു അനാലിസിക്ക് വീണ്ടും കൊടുക്കും, പിന്നെ ഫോർട്ട്വിൻ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക മോർഫിൻ പോലുള്ള മരുന്നുകൾ വീണ്ടും കുത്തും. 3ഓ 4ഓ 5ഓ ഷോട്ടൊക്കെ എടുക്കുമ്പോഴേ ഒരു തീരുമാനമാവുള്ളൂ വേദനക്ക്, അത്രയും സിവിയറാണ്. അപ്പോൾ ഈ കേസിൽ, ഞാൻ പറഞ്ഞ കേസിൽ ഈ ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ എന്താണ് സലൈനിലോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോക്സിലൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഡെക്സ്ട്രോസ് അതുപോലെ പെയിൻ കില്ലർ, ഇത് രണ്ടും പോയിട്ട് ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കാം. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഷുഗറിൽ ഹൈക്ക് വരാം. അപ്പോൾ ഈ പേഷ്യൻറ്റിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്ത് 600ലേക്ക് പോയി. നമ്മുടെ തന്നെ അനുഭവമാണ് പറയുന്നത്. അവിടെ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത മരുന്നുകൾ, അപ്പോൾ പെയിൻ കില്ലറിൻ്റെ കൂടെ നമ്മൾ ആൻറ്റാസിഡ്സ് കൊടുക്കും. പെയിൻ കില്ലർ പോയിട്ട് ഈ വയറ്റിൽ എന്തുണ്ടാക്കും, ഗട്ട് ബാക്ടീരിയയെ പോയിട്ട് തകർക്കുമ്പോൾ അടുത്ത കുറേ രോഗങ്ങളുടെ വിത്ത് അവിടെ ഇടുകയാണ്. എന്താണ്, നമ്മുടെ ഓട്ടോഇമ്യൂൺ ഡിസീസസ്, അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ പല രോഗങ്ങളുടെയും ട്രിഗറിൽ ഒന്ന് ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ഹോർമോണൽ ഡിസീസസ്, ഓട്ടോഇമ്യൂൺ ഡിസീസ്. ഇത് വലിയ കുറേ രോഗങ്ങളുടെ കോമൺ ആയിട്ടുള്ള 3-4 വേരുകൾ ഈ പറയുന്ന സാധനം സംസാരിക്കുന്ന സാധനമാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന മരുന്നുകൾ, ചികിത്സകൾ പലപ്പോഴും, അതായത് വൈദ്യപ്പുണ്ണ് എന്ന് പറയും, ഇയാട്രോജനിക് ഡിസീസസ് എന്ന് പറയാം. നമ്മൾ ഇന്നത്തെ വൈദ്യശാസ്ത്രം അത് വലിയ നന്മകൾ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്, ഏകപക്ഷീയമായിട്ട് പറയല്ല. അത് അതിൻ്റെതായ കൃത്യമായ രീതിയിൽ, കൃത്യമായ തോതിൽ, കൃത്യമായ സമയത്ത് അത് വലിയ ജീവൻ രക്ഷാ ഉപകരണങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും തെറ്റായ രീതിയിൽ തെറ്റായ അളവിൽ ഉപയോഗപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വലിയൊരു കേസിൽ ട്രീറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു എന്താ പറയാ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഫെയിലിയർ വലിയ അത് കാഴ്ചപ്പാടിൽ സിദ്ധാന്തത്തിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്നുള്ള പറയുന്ന ഇതിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്, അതിലും ചില വിഷയങ്ങളുണ്ട്. അതും യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസ് പഠിച്ച സയൻസിന് വിരുദ്ധമായിട്ടാണ് പിന്നീട് പ്രാക്ടീഷണേഴ്സ് ചെയ്യുന്നത്. ഒരു ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ഡോക്ടർമാരും ആദ്യത്തെ 2 വർഷം
ഫൗണ്ടേഷണൽ സിസ്റ്റം ഇതാണ് പഠിക്കുക. Yes. അതിൽ അനട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പോലുള്ള സാധനങ്ങൾ, പാരസൈറ്റോളജി പോലുള്ള സാധനങ്ങളൊക്കെ പഠിക്കുക. ഈ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായ ഒരു സാധനമാണ്. പക്ഷെ ബയോകെമിസ്ട്രി 2ാം കൊല്ലം കഴിഞ്ഞ് പിന്നെ പോകുന്നത് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിലാണ്. അപ്പോൾ ഈ ബയോകെമിസ്ട്രിയുടെ ചില സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും അവിടെ ഉപയോഗിക്കുമെങ്കിലും കാര്യമായിട്ടൊന്നും അതിന് വലിയ റോൾ ഉണ്ടാവില്ല. അത് പിന്നെ അതെ എന്നിട്ട് പറയുന്നത് പിന്നീട് നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റിയെ ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളിലേക്ക് പിന്നെ ക്ലിനിക്കൽ ഇതിലേക്ക് പോകുമ്പോൾ ഈ ബയോകെമിസ്ട്രിക്ക് ആ ക്ലിനിക്കൽ പ്രോട്ടോക്കോളിന് പ്രസക്തിയില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇതിന് വലിയ പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരിതിനെ നമ്മൾ മറക്കും. പിന്നീട് വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് തുടങ്ങിയാലോ, പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പിന്നീട് പഠിച്ചത് സാധനം മിക്കവാറും ആദ്യത്തെ 2 കൊല്ലം ഇതൊക്കെ ശ്രദ്ധിക്കും. ആന്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന് കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്. കൾച്ചർ ചെയ്യുക, സെൻസിറ്റിവിറ്റി നോക്കുക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതുപോലെ ഏത് ആന്റിബയോട്ടിക് എപ്പോൾ കൊടുക്കണം, ക്ലാസ് 1 ക്ലാസ് 2 അല്ലെങ്കിൽ എന്തുണ്ടല്ലോ എന്താ പറയുക, ആന്റിബയോട്ടിക്കിൽ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഉണ്ട്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആദ്യം ഇറക്കിയത് തന്നെ വലിയൊരു കുതന്ത്രത്തിലൂടെയാണെന്നുള്ളതും അത് FDA നടന്ന കഥകളൊക്കെ വേറെ കഥകളാണ്. ഡോക്ടർ വാൽഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ. അപ്പം ഈ 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ പറയുന്ന ലൂപ്പിൽ, അതായത് യഥാർത്ഥത്തിൽ തെറ്റായ മരുന്ന്, തെറ്റായ അളവ്, തെറ്റായ ചിന്താഗതികൾ, ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ അല്ല എന്താണ്, ഒരു പെയിൻ വന്നു, തലവേദന വന്നു, പെയിൻ കില്ലർ കഴിച്ചു, വയറ് കേടായി, ബാക്ടീരിയ മൊത്തം നശിച്ചു. അപ്പോൾ ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു തന്നത് എന്താണ്, ബാക്ടീരിയ നമ്മളെ കീടാണുമാണ്. അത് നമ്മൾ ആ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ അതായത് ലോകത്തുള്ള ബാക്ടീരിയ മൊത്തം കൊല്ലണം. അതായത് ബാക്ടീരിയ കൊല്ലണം എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷെ അത് ആരെ, എപ്പോ, എങ്ങനെ, ഏത് ഘട്ടത്തിൽ. സർജറി ചെയ്യുമ്പോൾ അവിടെ ബാക്ടീരിയ കയറിയിട്ട് ഉള്ളിൽ കയറിയാൽ പണി കിട്ടും. സമയത്ത് തൊലിപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ സോപ്പ് തേച്ചിട്ട് എല്ലാത്തിനും കൊല്ലണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ ഈ കൈ കഴുകുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു കഥ എന്ന് പറയുന്നത് ഡോക്ടർ ഇഗ്നാസ് സിമ്മൽബേസ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ പിന്നെ സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മളെ മുറിയിൽ കയറിയാൽ നമ്മൾ മരിച്ചു പോകുന്നുള്ളതിന് അത് വലിയ നല്ലൊരു കഥ ഉണ്ട്. ഈസ് എൻ ഹീറോ. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ കോശം ഇവരൊക്കെ ബാക്ടീരിയ പഠിക്കുന്നതും 2ാം ലോക യുദ്ധത്തിൽ ബാക്ടീരിയയെ കുറിച്ചുള്ള നമ്മുടെ അറിവും ആന്റിബയോട്ടിക്കിന്റെ പ്രയോഗം കൊണ്ട്, മെഡിസിൻ കൊണ്ട് 2ാം ലോക യുദ്ധത്തിൽ എത്രയോ ആളുകൾ, മരിക്കേണ്ട ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മരുന്നുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ എലിയെ പേടിച്ച് ഇല്ലം ചുഴണമെന്നുള്ളതാണ് ചോദ്യം. ഈ പറഞ്ഞ പോലെ ഈ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി നമ്മൾ സോപ്പ്, ചീപ്പ്, കണ്ണാടി, നമ്മൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ സാനിറ്റൈസേഷൻ സോപ്പ് മാത്രമല്ല, നമ്മുടെ ഫർണിച്ചറുകൾ, നമ്മുടെ കാർപ്പറ്റ്, ഇതൊക്കെ ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ഇപ്പം ഇറങ്ങുന്നത്. പെയിന്റുകൾ. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് നമ്മളെ അതിൽ ഈ പറയുന്ന ബാക്ടീരിയ കൊല്ലൽ, അതുപോലെ ടോക്സിൻസ്, ഇതെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വ്യവഹാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിലൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ എന്താണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിലേക്ക്. ഇനി 3ാമത്തെ ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടറുടെ ഈ ആക്ട്രോജനിക് നമ്മൾ പറയുന്ന ഡോക്ടറുടെ അല്ലെങ്കിൽ ചികിത്സയുടെ, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കുരുത്തക്കേട് കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണ്. അത് ഈ പറയുന്ന ആദ്യഘട്ടത്തിലുള്ള രോഗം, അതിൻ്റെ സൈഡ് എഫക്ട്സ്, അതല്ലാതെ രോഗം തന്നെ പുതിയ രോഗം വലിയ രീതിയിൽ ഫുൾ ബ്ലൗൺ രോഗങ്ങളായിട്ട് ഇത് മാറുന്നു. അപ്പോൾ 4th സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ 4th സ്റ്റേജ് പറയുന്നത് ഈ ചികിത്സയിലുണ്ടാവുന്ന ഈ പറഞ്ഞ കാഴ്ചപ്പാടില്ലായ്മ, അതിൻ്റെ തെറ്റായ ക്രമീകരണം, തെറ്റായ ആപ്ലിക്കേഷൻ കൊണ്ട്, അതായത് 1, 2ലേക്ക് തിരിച്ചു പോയി അതിനെ ശരിയാക്കുന്നതിന് പകരം 3ാമത്തെ വലിയ ഒരു എന്താണ് ഇൻസൾട്ട് ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് വിത്ത് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് മെഡിസിൻസ് കൃത്യമായ ആന്റിബയോട്ടിക് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ലൈഫ് സേവിങ് തിങ്. പക്ഷെ അത് തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാലോ ദാറ്റ് ക്യാൻ കിൽ യുവർ സിസ്റ്റം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്റേണൽ എന്താണ് സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ഉള്ളിലുള്ളത് മൈക്രോബയോമാണ്.
കഴിഞ്ഞ 10-20 വർഷമായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നും കൂടുതൽ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകർക്കുന്ന എന്നതൊരു ഭാഗത്ത്, അതല്ലാത്ത രീതിയിലും ഈ പറയുന്ന കെമിക്കൽ ഇംബാലൻസ് ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി പല മരുന്നുകളും പറയുന്ന ബയോ കെമിസ്ട്രിയിൽ പോലും തകർച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ പിന്നെ ചികിത്സ ഇങ്ങനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രോഗത്തിൻ്റെ സീറ്റ് എവിടെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. ഓർഗൻ സ്പെസിഫിക്, ഓർഗൻ സെൻറ്റേർഡ് തോട്ടാണ് ഇന്നത്തെ മോഡേൺ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു സാധനം. അതുകൊണ്ടാണ് നമുക്ക് ഡോക്ടർമാരുടെ പേര് നമുക്കറിയാം. എന്താണ് കാർഡിയോളജിസ്റ്റ്, എന്താ ന്യൂറോളജിസ്റ്റ്, അങ്ങനെ സ്പെഷ്യലൈസേഷൻ വന്നിരിക്കുന്നത് ഓർഗൻ രോഗങ്ങൾ. അത് രോഗത്തിന്റെ ടെർമിനൽ സ്റ്റേജിലാണ് ഓർഗനിലേക്ക് ഇത് വരുന്നത്. അതിനു മുമ്പ് പല അവസ്ഥകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ആർക്കും അറിയില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് 10, 20, 15 കൊല്ലം നമ്മൾ ജീവിച്ചിട്ടാണ് ഡയബറ്റീസോ അല്ലെങ്കിൽ അൽഷിമേഴ്സോ ഇൻസുലിൻ കൊണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഒരുപാട് സൂക്കേടുകൾ ഉണ്ടാവും. ഡയബറ്റീസ് മാത്രമല്ല, നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. എന്ന് മനസ്സിലാക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം മനുഷ്യർക്ക് പലതരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റേജ് 3 നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സെക്കൻഡിലേക്കോ 1ലേക്കോ പോകാൻ പറ്റുന്നതല്ല? തീർച്ചയായിട്ടും. സ്റ്റേജ് 3 നമ്മൾക്ക് ഇത് ഡയഗ്നോസ് ചെയ്തു, ഷുഗർ ഡയഗ്നോസ് ചെയ്തു. ഷുഗർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് ഏതാണ്? അഡ്വാൻസ് സ്റ്റേജ് ആണോ, ഏർലി സ്റ്റേജ് ആണോ, റിവേഴ്സൽ സ്റ്റേജ് ആണോ? അതനുസരിച്ച് നമുക്ക് ഇന്റർവെൻഷൻസ് തുടങ്ങാം. ചാടിക്കറി മരുന്നിലേക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മളിത് പറയാറുണ്ട്. ഇപ്പോഴും പല ഡോക്ടർമാരും, നല്ല ഡോക്ടർമാർ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ കാണുന്ന എല്ലാവരും ഒരുപോലെ കാണില്ല. നല്ല കുറേ ഡോക്ടർമാർ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നല്ല രീതിയിൽ ആളുകളെ നോക്കുന്ന ഡോക്ടർമാരുണ്ട്. പിന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ തിരക്കും മാനേജ്മെന്റിന്റെ പ്രഷറും കാരണം കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രോട്ടോകോൾ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഷുഗർ ഇത്രയാണ്. ആ മെഷീൻ പറയുന്നതാണ് ഭാഷ, ശരീരം പറയുന്നതല്ല. അല്ലെങ്കിൽ ലാബിൽ പോയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളുടെ ആ സമയത്ത് കാണുന്ന, അപ്പൊ അതിന്റെ പിറകിലുള്ള ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരുന്നു, ട്രിഗേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ഇതിലേക്ക് ഇയാൾ എത്തിച്ചത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് ഉണ്ടായ എന്തോ ട്രിഗറിലുണ്ടായ സാധനമാണ്. ട്രിഗർ ഓഫ് ആക്കിയാൽ ഇയാൾ നോർമലിലേക്ക് പോവാം. പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഇപ്പോഴും തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അവധാനത മെഡിക്കൽ ഫീൽഡിൽ ഇല്ല. ഈ പലപ്പോഴും ഈ 3rd സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുന്നത്. അതെ. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ 2nd സ്റ്റേജിലേക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചല്ല ഡിസ്കഷൻ നടക്കുന്നത്. അല്ല, 3rd സ്റ്റേജിൽ നിന്ന് അവരോട് പറയാണ് 4th സ്റ്റേജിലേക്ക് പോവാൻ നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിനാൻഷ്യലി പ്രിപ്പയർഡ് ആവും. ഫിനാൻഷ്യലി അത് ഡബിൾ കോട്ടിൽ പറയണം. നമ്മൾ വളരെ ലാഘവത്തോട് പറയേണ്ട സാധനമല്ലേ, നമ്മൾ ഏകപക്ഷീയമായിട്ട് സിസ്റ്റത്തെ കുറ്റം പറയാനുള്ള രീതിയിലല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിന് അതിന്റെ ആ സിസ്റ്റത്തിന് അതിന് അഡ്വാൻറ്റേജസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ. അതെ അതെ. കാരണം ഈ സെല്ലുലാർ ബയോളജി പഠിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഡോക്ടർമാരെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന സെല്ലുലാർ ബയോളജി അല്ലെങ്കിൽ സെൽ മെറ്റബോളിസം പഠിച്ചിട്ടുള്ള ആളുകളാണ്. സെല്ലുലാർ മെഡിസിൻ എന്താണെന്ന് അറിയുന്ന ആളുകളാണ്. പക്ഷെ അത് എവിടേക്കോ നമ്മൾ മാറ്റി വെച്ചിട്ട് പുതിയൊരു നെറേറ്റീവിൽ, അല്ലെങ്കിൽ പുതിയെന്നല്ല, ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടായ ഒരു നെറേറ്റീവ് ഉണ്ട് ബിഗ് ഫാർമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് പോയിട്ട് അങ്ങനെയാണ് ചികിത്സ ഇപ്പോൾ നടക്കുന്നത്. ആ രീതിയിൽ ചികിത്സ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 2nd സ്റ്റേജിലേക്ക് പോവുക, റിവേഴ്സൽ, ക്രോണിക് ഡിസീസിന്റെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്നുള്ള ചർച്ച ഒന്നും അവിടെ വരില്ല. അവിടെ രോഗം, രോഗി, മരുന്ന്, ഡോക്ടർ. സ്വാഭാവികമായിട്ടും മരുന്ന് തുടങ്ങുന്നു. കുറെ കഴിയുമ്പോൾ, കാരണം ഇവിടെ ഇൻസൾട്ട് ഒരു ഭാഗം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗം എങ്ങനെ വന്നു? നമ്മൾ ശരീരത്തോട് ചെയ്യുന്ന നിരന്തരമായ കുരുത്തക്കേടുകൾ, ഇൻസൾട്ടുകൾ കാരണമാണ്. മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ ഈ പറയുന്ന പോക്രതരങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു രോഗി എസ്പെഷ്യലി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഹൈ പ്രോസസ്ഡ് ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. പല ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ നമുക്കറിയാം. ICUലുള്ള പേഷ്യൻസ് അതുപോലെ തന്നെ എന്താ പറയാ, മധുരട്ട ചായ, അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു. തീർച്ചയായും ഇപ്പം ഡോക്ടർമാരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ അവബോധം വരുന്നു. ഒരുപാട് ഡോക്ടർമാർ മാറി ചിന്തിക്കുന്നു. ഡോക്ടർമാർ പുതിയ രീതിയിൽ കാര്യങ്ങൾ എന്താണ് അവധാനതയോടെ കാണാൻ തുടങ്ങിയിട്ട് സന്തോഷം, നല്ല കാര്യമാണ്.
നമുക്ക് 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ചികിത്സയുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പിന്നെ എന്താണ് ഈ ആട്രോഫിക് ഡിസീസസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെ പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസൾട്ടുകൾ വീണ്ടും നമ്മൾ കൂടുതൽ ക്രൂരമായ കൂടുതൽ ശക്തമായ മരുന്നുകൾ പ്രയോഗിക്കും. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് ആയിട്ട് ഇങ്ങനെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഗം എന്താ പറയുക ഒരു മൂർച്ഛിച്ചിട്ട് അവസാനം ഇവൻച്വലി അയാളുടെ ഓരോ ഓർഗൻസും ഫെയിൽ ആവുന്നു. ഓരോ എന്താണ് ടെക്നിക്കലി ഇത് ഒരുപാട് സമയമെടുത്തിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് വരുന്നത്. അതായത് വർഷങ്ങൾ ചിലപ്പോൾ 40ാം വയസ്സിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 60 വയസ്സ് വരെ നീട്ടി കൊണ്ടുപോകുന്നു, വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു. പിന്നെ രോഗിയായി പ്രയാസപ്പെട്ട് മരുന്ന് ക്വാളിറ്റി ലൈഫിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും ആ ഒരു ടൈം. എക്സാക്ട്ലി, അതെ അതെ. അത് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ എന്താണ് മെറ്റബോളിക് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസീസ് ഉണ്ടല്ലോ, രോഗങ്ങൾ, കോശങ്ങളുടെ അവസ്ഥയിലുള്ള രോഗങ്ങൾ. ഈ രോഗങ്ങൾ ആ മെറ്റബോളിക് ലെവലിൽ നമ്മൾ അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 3ലേക്ക് 4ലേക്ക് നമ്മൾ പോകില്ല. തിരിച്ച് പോകാൻ ഷിയാദ് ചോദിച്ചതുപോലെ ഉള്ള സാധ്യതയും പൊട്ടൻഷ്യൽ നമ്മുടെ ശരീരത്തിനുണ്ട്. ശരീരം വളരെ സ്മാർട്ടാണ്. 4th സ്റ്റേജിൽ ഈവൻ 4th സ്റ്റേജിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകും. ഈ ആട്രോജനീസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അതിന് വ്യത്യാസം വരും. അടുത്ത സ്റ്റേജിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്, കാരണം ബോഡിയിൽ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറാണ് ലിവർ. ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ലിവറിന്റെ റീജുവിനേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു ചെറിയൊരു തൊണ്ട് മതി അത് പൂർവ്വസ്ഥിതിയിലെത്തുകയും അത് പിന്നെ ആ വ്യക്തിക്ക് പൂർണ്ണമായ രീതിയിൽ അതിന്റെ അത് മിക്കവാറും ഓർഗൻസ് ഇപ്പം ആൻജിയോജനസിസ്, ന്യൂറോജനസിസ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതൊക്കെ ഒരു 10-30 കൊല്ലം മുമ്പ് അത്രത്തോളം അതിനെക്കുറിച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള അറിവുകൾ കിട്ടിയിരുന്നില്ല. ആ ധാരണകൾ ഉണ്ടെങ്കിലും കൂടുതൽ ഗവേഷണം കഴിഞ്ഞ ഒരു 30 വർഷത്തിന് ഇപ്പുറത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന് റീജനറേറ്റ് ചെയ്യാൻ, റീജുവിനേറ്റ് ചെയ്യാൻ, കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ, കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉള്ള അതിഭയങ്കരമായ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ പൊട്ടൻഷ്യലിനെ നമ്മൾ നിരന്തരമായി തകർത്തിട്ട് നിരന്തരമായി അതിനെ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന 2, 3, 4, 5 ഘട്ടങ്ങൾ. ഈ 4th സ്റ്റേജിൽ ഒരു പറഞ്ഞല്ലോ മെഡിസിൻസിന്റെ അമിതമായ യൂസുകളൊക്കെ വരുന്നുണ്ടെന്ന്. അത് മോഡേൺ മെഡിസിന് മാത്രം ബാധകമായ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പല ഈ പറയുന്ന കെമിക്കൽ മരുന്നുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, പല സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മോഡേൺ മെഡിസിനിൽ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ജാഗ്രത അവർക്ക് അതിനെക്കുറിച്ച് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രോട്ടോകോൾ വിഷയങ്ങളുണ്ടെങ്കിലും ഇതിന് ഈ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ബോധത്തോടെ ശ്രദ്ധിച്ചിട്ട് കോഷ്യസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ വേറെ വഴിയില്ലാത്തവർ കൊടുക്കുന്നു, വീണ്ടും കൊടുക്കുന്നു. ഇനെവിറ്റബിളി അത് 4ാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നു, ശരീരത്തെ തകർക്കും. പക്ഷെ ആ ഒരു തോട്ട് അവർക്കുണ്ട്. പക്ഷെ പലപ്പോഴും പല ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലും ഈ തോട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇത് ഹെർബലാണ്, ഇത് ഇതാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ്ലി സൈഡ് എഫക്റ്റ് ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കഴിക്കുമ്പോൾ കുറെ കാലം കഴിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനും ഈ പറഞ്ഞതുപോലെ കൃത്യമായ പ്രോട്ടോകോൾ അവിടെയൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ സിസ്റ്റത്തിനും ആയുർവേദവും ഹോമിയോപ്പതിയും നാച്ചുറോപ്പതി എല്ലാത്തിനും അതിൻ്റെ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് കൃത്യമായി പാലിക്കാതെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി ലോങ് ടേമിൽ എന്തെങ്കിലും ഡോക്ടർ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ രോഗികൾ സ്വയം വാങ്ങിയിട്ട് കഴിക്കും. ഇത് ഹെർബലല്ലേ, സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാവരും ഹെൽത്തിൻ്റെ ഡെഫിനേഷനും ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക. അപ്പോൾ നമ്മളിവിടെ ഡോക്ടർ നമുക്ക് വിശദമായിട്ട് ഒരു അസുഖം അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒരു സ്റ്റേജസുകൾ പറഞ്ഞു തന്നെ വളരെ ക്ലിയർ ആയിരുന്നു പോയിന്റുകളൊക്കെ. നമുക്കിതുപോലത്തെ നെക്സ്റ്റ് ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടും ഇതുപോലെ രോഗപരമായിട്ടുമുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഷിഹാദ് ഒരുപാട് നന്ദി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫിറ്റ്നസ്സും വെൽനെസ്സും മെഡിസിനും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് നമ്മളും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്.
പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നത് ചർച്ചയിലുള്ള ടോപ്പിക്കുകളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളാണ്, അപ്രോച്ചസ് ആണ്, ഓരോ വിഷയങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളൊക്കെ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതും കൂടി ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സെലക്ഷന് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു സംഗതി. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഒരുപാട് ചോയ്സുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഈ വലിയ വലിയ മാർക്കറ്റിംഗ് ഏജൻസികൾ അവർ മാർക്കറ്റ് ചെയ്തിട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും അവരെ പർച്ചേസ് ചെയ്യാനുള്ള ഇതിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഏതൊരു പ്രൊഡക്റ്റും. അപ്പോൾ നമ്മൾ പറയുന്ന സംഗതിയും ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കോമൺ സെൻസിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം എല്ലാ ചർച്ചകളുടെയും ഒരു ഔട്ട്കം. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഡോക്ടർ നജീബ്, എല്ലാവർക്കും എല്ലാവരും ഒന്നുമില്ല, നമ്മൾ 3 പേര്. ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് കൂടുതൽ വീഡിയോകളായിട്ട് പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.